ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ നമ്മുടെ പരിസര പഠനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മളിതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ക്ലാസ് ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ പരിസര പഠനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് വരാൻ പോകുന്ന ഹാഫ് ഇയർലി എക്സാമിന് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ പാഠം 3ഉം 4-മത്തെയും പാഠത്തുനിന്ന് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. നമ്മൾ ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. അപ്പോൾ 2 മണിക്കൂറാണ് എക്സാം. അത് 15 മിനിറ്റ് വായിക്കാനും തരും, 2 മണിക്കൂർ എക്സാം ഉണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് ചോദ്യങ്ങളെല്ലാം വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, എക്സാം എഴുതുമ്പോൾ എന്ത് ചെയ്യും, അത് ചോദ്യം വായിച്ച് നേരെ നോക്കാണ്ട് അവിടെയും ഇവിടെയൊക്കെ സംസാരിച്ചിരുന്നിട്ട് അവസാനം എക്സാമിന് നമുക്ക് അറിയുന്ന ഉത്തരം പോലും നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അങ്ങനെ ചെയ്യരുത്. ചോദ്യങ്ങൾ വൃത്തിയായി വായിച്ചു നോക്കുക. ആ 15 മിനിറ്റിൽ എന്നിട്ട് എളുപ്പം ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾക്കെല്ലാം ആദ്യം ഉത്തരം എഴുതുക. ആലോചിച്ചിരുന്നിട്ട് സമയം കളയാതിരിക്കുക കേട്ടോ. അതുപോലെ പാഠങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല, ഇപ്പോഴാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ 3-മത്തെയും 4-മത്തെയും പാഠം നമ്മൾ പഠിച്ചിട്ട് പോയാൽ എക്സാം നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 പ്രവർത്തനങ്ങളുണ്ട്. 6 പ്രവർത്തനം 5 പ്രവർത്തനങ്ങൾ ആണ് ഉത്തരം എഴുതേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ചോദ്യ പേപ്പർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ 6നും എഴുതി നോക്കുക കേട്ടോ. അതുപോലെ എന്താ ചെയ്യേണ്ടത്, നമ്മളിവിടെ വിത്ത് ആൻസർ ആണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആൻസർ നോക്കാതെ നിങ്ങൾ ആൻസർ എഴുതാൻ ശ്രമിക്കുക. ആൻസർ വരുന്ന സമയത്ത് വീഡിയോ പൗസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ സ്വയം എഴുതി നോക്കുക. ചുമ്മാ കോപ്പി പേസ്റ്റ് ആൻസർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് 1-മത്തെ പ്രവർത്തനത്തോട്ട് പോകാം. പ്രവർത്തനം 1, ശുചിത്വം മഹത്വം. കണ്ടില്ലേ, നമ്മുടെ ഏത് പാഠത്തു നിന്നാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട പാഠം 4-മത്തെ പാഠത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിന് A പാർട്ടും B പാർട്ടും ഉണ്ട്. A പാർട്ട് സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിനും അനുവും കൂട്ടുകാരും വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കുക. അപ്പൊ ശുചിത്വം മഹത്വം അല്ലേ. അപ്പൊ ശുചിത്വവും മഹത്വവുമായി ബന്ധപ്പെട്ട, അപ്പൊ നമ്മുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. വ്യക്തി ശുചിത്വമാണ്, പരിസര ശുചിത്വം അല്ല, രണ്ടും രണ്ടാണ്. അപ്പൊ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം, വളരെ എളുപ്പം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകണം. പിന്നെ എന്തൊക്കെയാണ് അറിയണതാണ്. എന്താണ്, 2 നേരം പല്ല് തേക്കണം, നഖങ്ങൾ വൃത്തിയാക്കണം, ദിവസവും കുളിക്കണം. ഇതൊക്കെ ആർക്കും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് അല്ലേ. ബി പാർട്ട്, പാർക്കിന്റെ മുമ്പിലുള്ള ബോർഡ് ശ്രദ്ധിച്ചല്ലോ. ഇതാ കണ്ടില്ലേ, ഈ ബോർഡ് കണ്ടില്ലേ, ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുത്, വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതിനെ കുറിച്ചാണ് ചോദ്യം. എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അപ്പൊ ഇതും നമ്മൾ പാഠത്തിലുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് മാലിന്യം കുറിച്ച് നമ്മൾ ഏത് പാഠത്തിലാണ്, 4-മത്തെ പാഠത്തിൽ തന്നെയാണ് അല്ലേ. അപ്പൊ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൽ അലിഞ്ഞോ അഴുകിയോ ചേരുകയില്ല. ഇത് വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നു. അതായത് മഴവെള്ളമൊക്കെ ഭൂമിയുടെ അടിയിലോട്ട് ഇറങ്ങണം അല്ലേ, അത് തടയുന്നു, മഴവെള്ളം ഒലിച്ചു പോകാൻ കാരണമാവുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുമ്പോഴുള്ള പുക ശ്വസിച്ചാൽ പല മാരക അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അടുത്ത സി പാർട്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗം ഏതാണ്. ഇവിടെ 4 ഉണ്ട്, മഞ്ഞപ്പിത്തം, മന്ത്, കോളറ, ടൈഫോയിഡ്. ഇതിൽ ഏത് രോഗമാണ് കൊതുക് പരത്തുന്നത്, ഏതാണ്, മന്ത്. അടുത്തത് 2-മത്തെ പ്രവർത്തനം, മണ്ണ് സംരക്ഷിക്കാം. ആരാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്, ചിത്രം ക്ലിയർ അല്ല അല്ലെ. ആരാണത്, മണ്ണിരയാണ് കേട്ടോ. മണ്ണിര എന്താ പറയണത്, ഞാൻ ഇന്നും മണ്ണിൽ തന്നെ അല്ലെ. മണ്ണിര എന്നും എവിടെയാ, മണ്ണിൽ തന്നെയാണ് അല്ലെ. അപ്പൊ അല്ലെ A പാർട്ട് ചോദ്യം എന്താ, മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. മണ്ണിരയ്ക്ക് മാത്രമല്ല മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും മണ്ണ് കൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട്. അവ ഏതൊക്കെ. അപ്പൊ ഇത് നമ്മുടെ 3-മത്തെ പാഠത്തുനിന്ന് വന്ന ചോദ്യമാണ് അല്ലേ. അതായത് മണ്ണ് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത്, ജീവികൾക്ക് മാത്രമാണോ പ്രയോജനം, മനുഷ്യർക്കില്ലേ, തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ഏതെങ്കിലും 2 പ്രയോജനങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് എഴുതിയിട്ടുണ്ട്, ജീവികളുടെ വാസസ്ഥലമാണ്. പിന്നെയോ കൃഷി ചെയ്യാൻ, വീട് നിർമ്മാണത്തിനൊക്കെ മണ്ണ് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പം അറിയുന്ന ഏതെങ്കിലും 2 പ്രയോജനങ്ങൾ എഴുതുക. ബി പാർട്ട്, മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ പോസ്റ്ററാണ് തയ്യാറാക്കാൻ പറയുന്നത്. ചിത്രമൊക്കെ വരയ്ക്കാൻ അറിയുന്നവർ വരച്ചു ചേർക്കാം, കളർ കൊടുക്കാം, ഡെക്കറി കുറച്ച് ഒരുപാട് വിശദീകരിച്ച് നോട്ടീസ് പോലെ ആവരുത് കേട്ടോ പോസ്റ്റർ. വളരെ നമ്മൾ വളരെ ചെറിയ വാക്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊടുത്ത പോലെ ചിത്രം കൊടുത്തിട്ട് മണ്ണ് ഭൂമിയുടെ ആധാരം, ഭൂമി ജീവന്റെ ആധാരം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കോട്ടിങ്സ് ഒക്കെ കൊടുത്ത് ഉൾപ്പെടുത്തിയിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. 3-മത്തെ പ്രവർത്തനം,
ആഹാരം പലവിധം. ഇവിടെ കുറച്ച് ആഹാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, കഴിക്കാൻ പറ്റുന്ന കുറച്ച് വസ്തുക്കൾ, കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെ എ പാർട്ട്, മുകളിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ തരം തിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇപ്പൊ പട്ടികയ്ക്ക് ആദ്യം എന്ത് വേണം? ഹെഡിങ് വേണം, തലക്കെട്ട് വേണം അല്ലേ. ഇവിടെ പച്ചക്കറികളുണ്ട്. ഇവിടെ നോക്കൂ, മാമ്പഴമാണ്. അപ്പൊ മാമ്പഴം നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? പഴങ്ങൾ. പിന്നെ ഇവിടെ ധാന്യങ്ങളുണ്ട്. പിന്നെ കടലയാണ്. കടല നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? പയർ വർഗ്ഗത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ കിഴങ്ങ് വർഗ്ഗമുണ്ട്, ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ അല്ലെ. അവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം? മത്തങ്ങ ഏതിലാ? പച്ചക്കറി അല്ലേ, മത്തങ്ങ പച്ചക്കറി. മുരിങ്ങയില എവിടെ? ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ, ഇത് നോക്കി എഴുതേണ്ടതാണ്. മുരിങ്ങയില പച്ചക്കറിയിലാണ്. പഴങ്ങളിൽ എന്തൊക്കെ എഴുതാം? മാമ്പഴം എഴുതിയിട്ടുണ്ട്. പിന്നെയോ പപ്പായ. ധാന്യങ്ങളില് ഗോതമ്പ്, ചോളം. പയർ വർഗ്ഗത്തിലെ പയറ്, കടല. കിഴങ്ങു വർഗ്ഗം മരച്ചീനി, ചേന. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ മുട്ട, പാല്. ഇതെല്ലാം ഇതിലുണ്ട്. നമ്മൾ തരം തിരിച്ച് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലേ? നിങ്ങൾക്ക് ഡൗട്ടുള്ള ഭാഗമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഇത്രയും ചോദ്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത ബി പാർട്ട് ചോദ്യം. നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ, ഒരേതരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം. 2, ദിവസവും 6 മുതൽ 8 വരെ വെള്ളം 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. 3, എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. 4, ഭക്ഷ്യവസ്തുക്കൾ വേവിച്ചും കഴിക്കുന്നതും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഒരേതരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം, ശരിയാണോ? അല്ല. ദിവസവും 2 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം, ശരിയാണോ? കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ. മൂന്നാമത്തെ, എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്, ശരിയാണോ? അല്ല അല്ലെ, തെറ്റാണ്. 4, ഭക്ഷ്യവസ്തുക്കൾ വേവിച്ചു കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട്, ശരിയാണോ? ശരിയാണ്. അപ്പൊ ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ തിരഞ്ഞെടുത്ത് എഴുതൂ? ഏതൊക്കെയാ? ബി 2ഉം 4ഉം. അടുത്ത 4ാമത്തെ പ്രവർത്തനമാണ് നല്ലത് കഴിക്കാം. ഇവിടെ അപ്പു പറയണതും ആകാശ് പറയണതും എന്താ നോക്കൂ കേട്ടോ. അപ്പു എന്താ പറയണത്? പുട്ട്, കടലക്കറി, സാലഡ്, പാല്. രാവിലെ എന്തൊക്കെ കഴിച്ചു എന്ന് പറയണേ. ആകാശ് കഴിച്ചത് രാവിലെ തന്നെ പൊറോട്ടയും ചിക്കൻ വറുത്തതും കഴിച്ചത് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, രാവിലെ തന്നെ പൊറോട്ടയും ചിക്കൻ വറുത്തതും കഴിക്കരുത് എന്നല്ല കേട്ടോ. നമ്മളെല്ലാവരും കഴിക്കുന്നതാണ് അല്ലെ, പൊറോട്ടയും ചിക്കൻ വറുത്തൊക്കെ കഴിക്കുന്നത് ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ അല്ലെ. പക്ഷേ നമ്മൾ രാവിലെ തന്നെ അത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണോ? ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റം അല്ല കേട്ടോ പൊറോട്ടയും ചിക്കൻ വറുത്തതൊക്കെ. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടൊന്നും കഴിക്കരുത്. അതുമല്ല നമ്മൾ ഡെയിലിയും അത്തരം ആഹാരങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇവിടെ എ പാർട്ട് ചോദ്യം, അപ്പും ആകാശും രാവിലെ കഴിച്ച ആഹാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. രണ്ടുപേരും കഴിച്ച ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. പുട്ടുണ്ടാക്കാൻ എന്തൊക്കെ വേണം എന്നാണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് അതിൽ പലർക്കും അറിയുന്നതായിരിക്കും. ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയാത്തത് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അറിയാത്തതായിട്ടൊന്നും ഇല്ല. കാരണം പുട്ടുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് എന്തൊക്കെ വേണം? തീർച്ചയായിട്ടും അരിപ്പൊടി വേണം, പിന്നെ നാളികേരം. അരി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. അരി അല്ലെങ്കിൽ അരിപ്പൊടി, നാളികേരം. കടലക്കറി ഉണ്ടാക്കാൻ കടല എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് പച്ചക്കറികളുടെ പേര് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പച്ചക്കറികളുടെ പേര് എഴുതി വെക്കുക കേട്ടോ. കടലയുണ്ട്, ഉള്ളി, തക്കാളി, മുളക് നമ്മൾ എഴുതിയിട്ടുണ്ട്. സാലഡ്, ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ സാലഡ് ആണെങ്കിൽ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും പച്ചക്കറി ആണെങ്കിൽ അത് ആഡ് ചെയ്യുക. അല്ല ഫ്രൂട്ട് സാലഡ് ആണെങ്കിൽ കുറച്ച് പഴങ്ങളുടെ പേര് എഴുതുക. പൊറോട്ട ഉണ്ടാക്കാൻ മൈദ, എണ്ണ. ചിക്കൻ വറുത്തതിന് ചിക്കനും എണ്ണയും അല്ലേ, നമ്മൾ വേറെ സാധനങ്ങളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന 1-2 ഭക്ഷ്യവസ്തുക്കളുടെ പേര് എഴുതുക. ബി പാർട്ട്, അപ്പും ആകാശം കഴിച്ചതിൽ ആരുടെ ഭക്ഷണക്രമമാണ് കൂടുതൽ ആരോഗ്യപ്രദമായത്? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. അഭിപ്രായം എഴുതുന്നത്. അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ആരും തന്നെ ആകാശിന്റെ ഭക്ഷണക്രമമാണ് ആരോഗ്യപ്രദം എന്നൊന്നും എഴുതരുത്, കാരണം ഒരിക്കലും ആരോഗ്യപ്രദമല്ല അത്. അപ്പോൾ ഉത്തരം എന്താണ്? അപ്പു ആരോഗ്യകരമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. കാരണം ഈ ഭക്ഷണങ്ങൾ വളരെയധികം പോഷക സമൃദ്ധവും പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നവുമാണ്. വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നല്ലതാണ് അല്ലേ. രാവിലെ തന്നെ ഇങ്ങനെ ആവിയിൽ വേവിച്ച ആഹാരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അടുത്തത് 5ാമത്തെ പ്രവർത്തനം, വൃത്തിയുള്ള പരിസരം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ വിദ്യാലയ പരിസരം വൃത്തിയാക്കിയപ്പോൾ ശേഖരിച്ച മാലിന്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയുണ്ട്? പ്ലാസ്റ്റിക് കുപ്പികൾ, പഴത്തൊലി, ഭക്ഷണാവശിഷ്ടങ്ങൾ, കേടുവന്ന കീബോർഡ്, പ്ലാസ്റ്റിക് കവർ, കേടായ ബാറ്ററികൾ. ഇതിൽ 1ാമത്തെ ചോദ്യം, ഇവയെ ഉചിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. അപ്പോൾ ഇവിടെ 3 ബിൻ ഉണ്ട് അല്ലേ. കുപ്പത്തൊട്ടികൾ 3 ഉണ്ട്. ഒന്ന് അപകടകരമായ മാലിന്യങ്ങൾ, പിന്നെയോ പഴത്തൊലി നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ജൈവ മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് കുപ്പികളെ അജൈവ മാലിന്യങ്ങൾ. പിന്നെ എന്തൊക്കെ എഴുതാം? ജൈവ മാലിന്യം പഴത്തിൽ എഴുതിയിട്ട്, പിന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ. അജൈവ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പിന്നെ പ്ലാസ്റ്റിക് കവർ ഇവിടെ ഉണ്ട്, ഇത് നോക്കി എഴുതിയാൽ മതി. അപകടകരമായ മാലിന്യങ്ങളാണ് എന്ത്? കേടായ ബാറ്ററികൾ, കേടുവന്ന കീബോർഡൊക്കെ. അടുത്തത് ബി പാർട്ട്, വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾക്ക് നേരെ ടിക്കിടുക. വൃത്തിയുള്ള പരിസരം കേട്ടോ. ചോദ്യം നേരെ വായിക്കുക. ചപ്പു ചവറുകൾ കൂടി കിടക്കുന്നില്ല, നല്ല പരിസരമാണ് അല്ലേ. ടിക്കിടണേ. നമ്മളത് ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ ടിക്കിടുക കേട്ടോ നിങ്ങൾ. അപ്പോൾ ഈ കാണുന്ന കോളത്തിൽ എന്ത് ചെയ്യുക?
കറക്റ്റ് ടിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ടിക്ക്. മലിനജലം കെട്ടിക്കിടക്കുന്നു, നല്ലതാണോ? അല്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു, നല്ലതാണോ? അല്ല. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ശരിയാണ്. അപ്പോൾ ഇതും ടിക്ക്. അടുത്ത 6ാമത്തെ പ്രവർത്തനം മണ്ണും ജലവും. അപ്പോൾ വീണ്ടും നമ്മുടെ 3ാമത്തെ പാഠത്തു നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത്? പദസൂര്യം പൂർത്തിയാക്കുക. ഒരുപാട് നമുക്ക് ജലം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എഴുതുക പറഞ്ഞാൽ ഒരുപാട് നമുക്ക് അറിയണതുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഏതെങ്കിലും 4 ഉപയോഗം എഴുതും. ഒന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, മൃഗങ്ങൾക്ക് കുളിക്കാൻ, പിന്നെ പാചകത്തിന്, കൃഷി ചെയ്യാൻ, കുളിക്കാൻ, അലക്കാൻ അല്ലേ. അതിൽ ബി പാർട്ട്, ദിശ തന്റെ വീട്ടുവളപ്പിലൂടെ നടന്നപ്പോൾ ലഭിച്ച മണ്ണിന്റെ ചെറിയ കട്ടകൾ വെള്ളം നിറച്ചൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്നും കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. എന്തായിരിക്കും ഇതിന് കാരണം? കുറിക്കുക. അതായത് നമ്മൾ പാഠം എടുക്കുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മളൊരു ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മളിത് എഴുതിയിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഉണങ്ങിയ മൺകട്ടകൾ വെള്ളത്തിലിടുമ്പോൾ കുമിളകൾ വരാനുള്ള കാരണം എന്താ? അതിനുള്ളിൽ എയർ ഉണ്ട് അല്ലെ, വായു ഉള്ളത് കൊണ്ടാണ്. ഉണങ്ങിയ മണ്ണിന്റെ കട്ടകൾക്കുള്ളിൽ വായു കുടുങ്ങിയതിനാലാണ് കുമിളകൾ പുറത്തു വന്നത്. മണ്ണ് വെള്ളത്തിലിട്ടപ്പോൾ മണ്ണിന്റെ ചെറിയ ഇടങ്ങൾക്കുള്ളിലെ വായു കുമിളകളായി പുറത്തു വന്നു. ലാസ്റ്റ് സി പാർട്ട് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വിവിധ തരം രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മണ്ണ് ഏത്? കളിമണ്ണാണോ മണലാണോ? ഏത് വെച്ചാൽ നമ്മൾ വിവിധ തരം രൂപങ്ങളൊക്കെ ഉണ്ടാക്കുക? ഏത് വെച്ചാ? കളിമണ്ണ്. അപ്പൊ ഈ 6 പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് എന്താ പറയാ, വലിയ ചോദ്യങ്ങളൊന്നും അല്ല അല്ലെ. വളരെ നമ്മുടെ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിച്ച ചെറിയ ചെറിയ ചോദ്യങ്ങൾ തന്നെയാണ് വരിക. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ പാഠങ്ങൾ വൃത്തിയായി പഠിച്ചിട്ട് പോവുക. അപ്പൊ എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെ എന്ത് ചെയ്യുക? എക്സാം എഴുതുക. അറിയുന്ന ചോദ്യങ്ങളെല്ലാം ആദ്യം എഴുതുക. ആലോചിച്ചിട്ട് സമയം കളയാതിരിക്കുക. അതിനുശേഷം അറിയാത്ത ചോദ്യങ്ങൾ വായിച്ചിട്ടൊന്നും ഒന്നുമേ അറിയുന്നില്ല പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് ഉത്തരം എഴുതാതെ നിങ്ങൾ ലീവ് ചെയ്യാൻ പാടില്ല. ചോദ്യം എഴുതാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ഇത് ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക. ഇങ്ങനെ എന്തെങ്കിലും എഴുതിയ ഉത്തരവൊന്നും കിട്ടില്ല കേട്ടോ. ചില കുട്ടികളുടെ വിചാരം ചോദ്യം കൊണ്ട് എഴുതി വെച്ച ഉത്തരം കിട്ടുന്നതാണ്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചോദ്യം വൃത്തിയായിട്ട് വായിച്ചിട്ട് ആൻസർ എഴുതുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി തന്നെ എക്സാം എഴുതുക കേട്ടോ. നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മളിതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറക്കാതെ കാണുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. താങ്ക്